ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് KTMന്റെ ഏറ്റവും ലേറ്റസ്റ്റ് RC200 ആണ് കേട്ടോ. അപ്പോൾ പുതിയ രണ്ട് കളേഴ്സിലാണ് നമുക്ക് RC200 വരുന്നത്. ഒന്ന് ഈ ഒരു അമേസിങ്, ഇത് ബ്ലാക്ക് അല്ല, ഇത് ഗ്രേയിഷ് ആണ്, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഗ്രേയിഷ് ആണ്. അത് കൂടാണ്ട് തന്നെ നമുക്കൊരു സിൽവർ കളറും കൂടി വരുന്നുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു KTM ആലുവ, ഇവരാണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നത്. സോ ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ എന്താണ് പുതിയ RCയിൽ വന്ന മാറ്റം നിങ്ങൾ ചോദിക്കാം. വേറൊന്നുമല്ല, നമ്മുടെ ഡ്യൂക്ക് 200 കൊണ്ടുവന്ന ആ ഒരു കൺസോൾ നമുക്കിപ്പോൾ RC200 കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, ആ ഒരു 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ഇപ്പോൾ നമുക്ക് KTM RCയിലും വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്കിപ്പോൾ ആ സ്വിച്ച് കീസ് ഉണ്ടോ, അതൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ കോഷൻ ലാമ്പും ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. സി മാൻ, പറയണമല്ലോ, ഈ കളറിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. എനിക്ക് ആയിക്കൂടി ഒരു പരാതി എന്ന് പറയാനുള്ളത്, ഈ ഒരു ഫ്രെയിം കൂടി അവർക്ക് ബ്ലാക്ക് ആക്കിയായിരുന്നെങ്കിൽ അടിപൊളിയായാനെ. യെസ്, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷം ഞാനൊന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്മോക്ഡ് ആയിട്ടുള്ള വൈസറാണ് വരുന്നത്. ഐ തിങ്ക് ആ ഒരു സെക്കൻഡ് ഇറ്ററേഷനിൽ ആ ഒരു ബോർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വൈസർ കംപ്ലീറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇപ്പോഴും സൈഡിൽ തന്നെയാണ്. പിന്നെ ആ ഒരു LED ഹെഡ്ലൈറ്റ് കാണാം, നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ് കാണാം. ഇതിലൊന്നും വിഷ്വലി ഒന്നും ഒരു മാറ്റില്ല. പിന്നെ സൈഡ് ഫെയറിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൈഡർ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി വിൻഡ് ടെസ്റ്റഡ് ഒക്കെ ആണ് കേട്ടോ. കുറച്ചും കൂടി എയറോഡൈനാമിക് ആണ് കമ്പയർ ടു പ്രീവിയസ് RC. സോ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. ലാപ്പ് ടൈം ഒക്കെ നോക്കുകയാണെങ്കിൽ അതിലും കുറച്ച് ഫാസ്റ്റർ ആണ് ഒരു വണ്ടി. പിന്നെ ഇതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടോ ഈ ഒരു ആക്സിൽ കണ്ടോ, ഹോളോ ആക്സിലാണ്. അതായത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളോ ആക്സിൽ കൊടുത്തേക്കുന്നത്. അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് കർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റേഴ്സ് ആണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ, കുറച്ചും കൂടി കർവ്ഡ് ആയിട്ടുള്ള ഐ തിങ്ക് 2 ഫാൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ റേഡിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ RC യൂസ് ചെയ്യുന്നത്. ലുക്സ് ഗുഡ്. പിന്നെ എന്നാ പറയുക, ആ ഒരു പഴയ ടൈലൈറ്റ് പോലെ തോന്നുന്നു, പക്ഷേ പഴയ ടൈലൈറ്റ് അല്ല, ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് എനിക്ക് ശരിക്കും ഭയങ്കര ആഫ്റ്റർ തോട്ടായിട്ട് തോന്നി. പിന്നെ ഈ ഫ്രണ്ടിൽ ബ്രേക്സ് ഒക്കെ ഉണ്ടോ, നോർമൽ ഒരു ആക്സൽ ടൈപ്പ് ബ്രേക്സ് അല്ല വരുന്നത്. വണ്ടിക്ക് റേഡിയൽ മൗണ്ടഡ് കാലിപ്പറാണ് ഫ്രം ബൈബ്രി. പിന്നെ ഒരു 320 mm വളരെ മാസീവ് ആയിട്ടുള്ള ഡിസ്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഉള്ളിലത്തെ ഭാഗം ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ റൊട്ടേറ്റിംഗ് സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. സോ ബെറ്റർ ഹാൻഡ്ലിങ്ങും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നൻ കംഫർട്ട് ഞാൻ പറഞ്ഞ പോലെ വലിയ കാര്യത്തിനൊന്നുമില്ല, പേരിനൊരു സീറ്റ് അത്രേ പറയാനുള്ളൂ. വണ്ടി നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ, പറയാതിരിക്കാൻ വയ്യ. വണ്ടിയുടെ ആ ഒരു എർഗണോമിക്സ് ആയാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. യെസ്, ഐ നോ ചിലവർക്ക് ആ ഒരു പോസ്റ്റാണ് ഇഷ്ടം, അതറിയാം. അതുകൊണ്ട് തന്നെ KTM ആ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോവർ ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ, ഈ പീസ് ലോവർ ചെയ്തിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെ ഓടിക്കാനായിട്ട് പറ്റും. WP സസ്പെൻഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 43 mm നിങ്ങൾക്ക് കാണാൻ കിട്ടും. WPയുടെ സസ്പെൻഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ടയറിലൊന്നും മാറ്റമൊന്നുമില്ല, ആ ഒരു 110 സെക്ഷൻ ടയറാണ്. ഇപ്പോൾ MRFന്റെ സാപ്പർ FX2 ആണ് യൂസ് ചെയ്യുന്നത്. 110 റേഡിയൽ ടയറൊന്നുമല്ല, നൈലോൺ ടയർസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വീൽസ് ഇതിൽ വന്നു. നമ്മൾ ഡ്യൂക്ക് 390 കണ്ടുവന്നുള്ളത് മെയിൻ ആ ഒരു അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ്. സോ റൊട്ടേറ്റിംഗ് വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് KTM മാറിയത്. നിങ്ങൾക്ക് ഡിസ്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈ ഉൾഭാഗമൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു എക്സാക്ട് സെയിം ആയിട്ടുള്ള ആ ഒരു 199.5 cc ലിക്വിഡ് കൂൾഡ് 4 വാൽവ് ആ ഒരു എഞ്ചിൻ തന്നെ, DOC എഞ്ചിനാണ്. ഇപ്പോൾ പ്രീവിയസ് തന്നെ RC വെച്ചിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ സ്പ്ലിറ്റ് ഫ്രെയിം ആയിട്ടുണ്ട്. അത് പ്രീവിയസ്ലി ഒറ്റ ഫ്രെയിം ആയിരുന്നു, ഇപ്പോൾ കണ്ടോ 2 ഫ്രെയിമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയർ റിപ്പയർ ആണ്. നിങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് മാറ്റണ്ട, ഇത് മാത്രം മാറ്റിയാൽ മതി. ഇടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു അലുമിനിയം ഫുഡ് പേക്സ് കാണാം, അണ്ടർബെല്ലി എക്സോസ് കാണാം. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ ബജാജിൽ കണ്ടുവന്ന പോലത്തെ, കണ്ടോ NS കണ്ടുവന്ന പോലെ നൈട്രോക്സ് ചാർജറാണ്. സോ എക്സ്ട്രാ കാനിസ്റ്റർ വന്നിട്ടുണ്ട്. എൻഡൂറൻസിൻ്റെ ആണ്, പക്ഷേ യൂസ് അത് മാറി നിൽക്കുന്നുണ്ട്. പ്രീവിയസ്ലി ഇങ്ങനെ ആയിരുന്നില്ല, ഷോക്ക് മാറിയിട്ടുണ്ട്. ബാക്കിൽ ഒരു 150 സെക്കൻഡ് ടയർ കാണാം, 230 mm ഡിസ്ക് കാണാം, വൈബ്രയുടെ ബ്രേക്സ് ആണ്, അലുമിനിയം സുങ്ങാം, പിന്നെ ടയർ ഹഗ്ഗർ, LED ഇൻഡിക്കേറ്റേഴ്സ്, അമേസിംഗ് ആയിട്ടുള്ള ഗ്രാബറിൽ പുട്ടി സാരി ഗാർഡ് കാണാൻ പറ്റും. നല്ല മെനക്കിരിക്കുന്നുണ്ട്, വളരെ ചെറുതായിട്ടുള്ള സാരി ഗാർഡാണ്. പിന്നെ വണ്ടിക്ക് ക്വിക്ക് ഷിഫ്റ്ററോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ വിത്ത് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അപ്പോൾ റിയർ വീല് ലോക്ക് ആവില്ല, അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റിൽ, വെരി നൈസ്. ഇതൊരു സ്പോർട്സ് ബൈക്കാണ്. സോ ഇങ്ങനെയുള്ള ഫീച്ചറൊക്കെ ഇതിന് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ഒരു വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഐ തിങ്ക് മിക്സ്ഡ് ഒപ്പീനിയൻ ആണ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ ഫ്രം ദിസ് ആംഗിൾ. നിങ്ങൾ നോക്കിയാൽ ശരിക്കും ഒരു ബിഗ് ബൈക്ക് ഫീൽ കൊടുക്കുന്നുണ്ട്. ഒരു പെയിന്റഡ് ആയിട്ടുള്ള സൈഡ് ഫെയറിംഗ്. ഒരു പ്രീവിയസ് തന്നെ RC വെച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടി നല്ല വൈഡാണ് കേട്ടോ. നമുക്ക് കയറിയിരിക്കുവാണെങ്കിൽ വണ്ടിക്ക് സീറ്റ് ആയിട്ട് വരുന്നത് ഐ തിങ്ക് 820 mm കണ്ടാണ്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഇതൊരു സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. സോ എനിക്കിപ്പോൾ ഹാഫ് ഫുട്ടായിട്ടാണ് തോന്നണേ. പിന്നെ അഗ്രസീവ് ആണ്, നിങ്ങൾ കണ്ടോ പൊസിഷൻ കണ്ടോ, വളരെ അഗ്രസീവായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ ഡ്യൂക്ക് 390 വന്നു. ഇപ്പോൾ ഇതാ RC200ലേക്കും ആ ഒരു പുതിയ സ്വിച്ച് ക്യൂബ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാസ് സ്വിച്ച് ഉണ്ട്, ഹൈ ബീം ഉണ്ട്, കോഷൻ ലാമ്പ് ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ, എൻറ്റർ, ഇൻഡിക്കേറ്റർ, ഹോണ്. ഇവിടെ പ്രീവിയസ് സ്വിച്ച് ഗിയർ തന്നെയാണ്. നമുക്കിവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ടറും വരുന്നുണ്ട്. ക്ലിപ്പ് ഓൺ കണ്ടോ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ലോവർ ചെയ്യാം. നിങ്ങൾക്ക് അഗ്രസീവായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലോവർ ചെയ്ത് ഓടിക്കാമെന്നാണ് കേട്ടോ. ഇതിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു കണ്ടോ,
അത്യാവശ്യം കമ്മിറ്റഡ് ആണ്. പഴയ RC എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ RC ഒരു സ്ട്രെച്ചില്ലേ അതില്ല. പിന്നെ ടാങ്ക് ഒരുപാട് വൈഡായ പോലെ തോന്നുന്നുണ്ട്. ഇത് മെറ്റലാണ്, ഇത് പ്ലാസ്റ്റിക് കവറാണ്. ഒരു 30 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ്. മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 33, 36 അതിൻ്റെ ഇടയ്ക്ക് കിട്ടും കേട്ടോ. പറയണം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, പിന്നെ WPയുടെ ബ്രാൻഡിനെ കൊടുത്തതാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ടു സിറ്റ്. നിങ്ങൾ നോക്കി ഒരു വ്യൂ നോക്കി, മാൻ പൊള്ളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ. പിന്നെ മിറേഴ്സ് കാണാമല്ലോ, വളരെ ലാൻഡ്സ്കേപ്പിയാണ്, ഒട്ടും മേളിലേക്കല്ല, സകല വ്യൂവും കാണാം. പക്ഷേ ഐ വിഷ് കുറച്ചും കൂടി ഒന്ന് വലുതായിരുന്നെങ്കിൽ, ടോപ്പിലേക്ക് കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ ഒന്ന് നൈസ് ആയാനെ. പിന്നെ ഇൻസ്ട്രുമെന്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കൂളൻ ടെമ്പറേച്ചർ ഉണ്ട്, ടൈം കാണിക്കും, സ്പീഡും ഉണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, RPM, ഫ്യൂൽ ഇപ്പോൾ റിസർവ് ആണെന്ന് പറയുന്നത്. പിന്നെ ABS ഞാൻ പറഞ്ഞു സൂപ്പർ മോട്ടോ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റോഡ് കാണിക്കുക. റോഡ് മീൻസ് ഫ്രണ്ടും ബാക്കും ABS ഉണ്ട്. നമ്മളിത് മാറ്റുവാണെങ്കിൽ സൂപ്പർ മോട്ടോ ആവും. പിന്നെ കൂളൻ ടെമ്പറേച്ചർ, ബാറ്ററി, ആവറേജ് സ്പീഡ്, ട്രിപ്പ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. ഇത് ടോഗിൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഞെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിക്ക് സെലക്ട് ആയിട്ട് അപ്പ് ആൻഡ് ഡൗണിലും അസൈൻ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു എൻ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ സൈക്കിൾ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ABS കണ്ടോ, നമുക്കത് മാറ്റിയിട്ട് സൂപ്പർ മോട്ടോ ഇടാം. യെസ്, ഇപ്പോൾ സൂപ്പർ മോട്ടോ വേണം. അപ്പോൾ ഒരു വാണിംഗ് വരും, റിയർ ABS ഓഫ് ആണെന്നുള്ള. പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കൂളൻ ടെമ്പറേച്ചർ, ഓഡോ, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കാണിക്കും. സോഫ്റ്റ്വെയർ, സർവീസ്, ബെയർ 650. പിന്നെ വണ്ടിക്ക് ട്രിപ്പ് ഇൻഫോ കാണിക്കുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്താലേ നമുക്ക് നാവിഗേഷനും മ്യൂസിക് കൺട്രോളും കിട്ടുള്ളൂ. ഇപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ അല്ല, അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഐ ആം സർപ്രൈസ്ഡ് ബൈ ദ ക്വാളിറ്റി മാൻ. സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്വിക്ക് സെലക്ടർ, കണക്ടിവിറ്റി, ഷിഫ്റ്റ് ലൈറ്റ് വയ്ക്കാം, ക്ലോക്ക് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, എക്സ്ട്രാ ഫങ്ഷൻസ്. വാട്ട് ഈസ് എക്സ്ട്രാ ഫങ്ഷൻസ്? കോള്, ഓഡിയോ, നാവിഗേഷൻ, റിമോട്ട് കൺട്രോൾ മോഡോ കൊള്ളാലോ. യാ, അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു കൺസോളിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ ഒരു കൺസോളുണ്ട്, ഒന്നും മിസ് ചെയ്യുന്നില്ല. ഐ തിങ്ക് ട്രാക്ഷൻ കൺട്രോൾ ഇസ് മിസ്സിങ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ, നിങ്ങൾ ഈവൻ ദോ വണ്ടി ഒരു ഇതിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്കിവിടെ സ്പീഡോയും ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്ററും ഇപ്പോഴും ഇവിടെ ലൈവായിട്ട് കാണിക്കും. ഈ ചില ബൈക്കുകളുണ്ട് നമ്മൾ സെറ്റിംഗ്സ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡോയും ഗിയറും കാണാൻ പറ്റില്ല. സോ KTM അത് നന്നായിട്ട് തോട്ട് ചെയ്തിട്ട് ഇവിടെ സ്പീഡോയും ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്ററും കാണിച്ചിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ഈ ഒരു പുതിയ KTM RCയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആലുവയിലുള്ള KTMൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അവരുടെ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം. നമുക്ക് ഇതിനിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,95,000 രൂപയാണ്. പിന്നെ ഒരുപാട് ഒരു 160 ആരും ചോദിച്ചായിരുന്നു. 160 വരുന്നുണ്ട്, ഈ മന്ത് എൻ്റെ 160 വരുന്നുണ്ട്. RC കൺഫേം ആയിട്ടില്ല, ഡ്യൂക്ക് 160 മാത്രമാണ് ഇപ്പോൾ കൺഫേം ആയേക്കണേ. പവറാണ് ഭയങ്കര ഇമ്പ്രസീവ്, ഏകദേശം 20 ഹോഴ്സ് പവർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ അല്ലേ. നമുക്ക് ഒരുപാട് കൈ കൊടുക്കാൻ പറ്റില്ല, എന്നാലും പയ്യെ കൈ കൊടുത്ത് കാണിച്ചു തരാം. സോ ഗൈസ്, അത്രയ്ക്ക് തന്നെയുള്ളൊരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ, ചിയേഴ്സ്.